തൃപ്പൂണിത്തുറയിൽ 15 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുട്ടിയുടെ രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും കളക്ടറേറ്റിലെത്തി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസിന്റെ നേതൃത്വത്തിലാണ് കളക്ടറേറ്റിലെ സിറ്റിംഗ്. വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു. രേണുക, എങ്ങനെ പുരോഗമിക്കുന്നു കളക്ടറേറ്റിലെ സിറ്റിംഗ്? കളക്ടറേറ്റിലെത്തി ഇപ്പോൾ നിലവിൽ ചർച്ചകൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചകളിലേക്ക് കടക്കുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസിന്റെ നേതൃത്വത്തിലാണ് ഇരു കൂട്ടർക്കും, അതായത് സ്കൂൾ മാനേജ്മെന്റ് അധികൃതർക്കും അതോടൊപ്പം തന്നെ കുട്ടിയുടെ രക്ഷിതാക്കൾക്കും ഒരു സമവായ ചർച്ച തന്നെ ഉണ്ടായിരിക്കുന്നു. ഇരുവരും ഒരേപോലെയാണ് വന്നത്. ഈ ചർച്ചയിലാണ് ഇനി കൂടുതൽ നീക്കങ്ങൾ, എന്താണ് നടന്നത് അല്ലെങ്കിൽ ആത്മഹത്യയുടെ പിറകിൽ എന്താണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. നിലവിൽ സ്കൂൾ അധികൃതർ അല്ലെങ്കിൽ സ്കൂൾ പ്രിൻസിപ്പൽ വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഇവരുടെ വാക്കുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു കുറ്റവും അല്ലെങ്കിൽ യാതൊരു രീതിയിലും ഈ കുട്ടിയുടെ ആത്മഹത്യക്ക് ബന്ധമില്ല എന്ന രീതിയിൽ തന്നെയാണ് സ്കൂൾ മാനേജ്മെന്റും പറയുന്നത്. പക്ഷേ ഈ കുട്ടിയുടെ മരണത്തെ സംബന്ധിച്ച് ഒരു പരാതികളും അല്ലെങ്കിൽ കുട്ടിക്ക് മറ്റു വിദ്യാർത്ഥികളിൽ നിന്നൊരു സംഭവം, ഒരു ദുരനുഭവം ഉണ്ടായ കാര്യത്തെപ്പറ്റി യാതൊരു രീതിയിലും സ്കൂൾ അധികൃതർക്ക് ഒരു പരാതി വീട്ടുകാരിൽ നിന്ന് പോലും ലഭിച്ചിട്ടില്ലെന്ന കാര്യം വളരെ വ്യക്തമാകുന്ന രീതിയിലാണ് ഗ്ലോബൽ സ്കൂൾ അധ്യാപകരും എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ മാതാപിതാക്കൾ ഇപ്പോഴും ഊന്നി നിൽക്കുന്നത് അല്ലെങ്കിൽ ഊന്നി പറഞ്ഞത് ഒരൊറ്റ സംഭവമാണ്, റാങ്കിങ്ങിന് എൻ്റെ കുട്ടി ഇരയായിട്ടുണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ്. നിലവിൽ സമവായ ചർച്ചയിലേക്ക് കടക്കുന്നുണ്ട്. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ തെളിവുകൾ അല്ലെങ്കിൽ എന്തൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ആത്മഹത്യയുടെ പിറകിൽ ഉള്ള കാര്യം വ്യക്തമാവുകയുള്ളൂ. സ്കൂളിൻ്റെ പങ്ക് ഇതിൽ എത്രത്തോളം ഉണ്ട് എന്നത് കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. അതോടൊപ്പം തന്നെ മറ്റു കുട്ടികളുടെ മൊഴി നിലവിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു കേസിന്റെ ദുരൂഹതകൾ, ഒളിഞ്ഞിരിക്കുന്ന ദുരൂഹതകൾ പുറത്തു വരികയുള്ളൂ. നിലവിൽ ഇപ്പോൾ ചർച്ചകൾ ആരംഭിക്കുന്നുണ്ട്. ഏകദേശം ഒരു 12 മണിയോടെ തന്നെ ഈ ചർച്ചകൾ അവസാനിക്കുമെന്ന് കരുതുന്നു. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റു നടപടികൾ എന്തൊക്കെയാണ്. സ്കൂളിനെതിരെ പരാതിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കൂൾ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിയുകയാണെങ്കിൽ സ്കൂളിനെതിരെയുള്ള കേസിലേക്ക് കടക്കുകയും അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ പറയുന്നുണ്ട് ആത്മഹത്യയിൽ ഈ കുട്ടികൾക്ക് പങ്കുണ്ട്, മറ്റു വിദ്യാർത്ഥികൾക്ക് പങ്കുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ പങ്കിന്റെ അടിസ്ഥാനത്തിൽ മറ്റു കുട്ടികളുടെ നടപടികളിലേക്ക് നീങ്ങുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു ചർച്ചയ്ക്ക് ശേഷമാണ് ഉണ്ടാവുക. കാളിദാസ്. ശരി.